ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടേക്കുള്ള വീഡിയോയിൽ ഉള്ള ഒരു തീരുമാനം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനും വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് റഫീഖ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നില്ലേ എന്താ പണിയെന്ന് വിചാരിച്ചാൽ, ഇന്ന് മൊത്തത്തിലൊരു പണികളുണ്ട്, കുറേ അധികം പണികൾ ഇന്ന് എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ പുറത്ത് പോവുക അല്ലെങ്കിൽ 2 ദിവസം ഒന്നും കാര്യപ്പെട്ട പണികളൊന്നും ചെയ്യാതിരിക്കുക, അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ പണികൾ കുറച്ച് ഭാരമായിട്ട് വരും, അല്ലെങ്കിൽ കുറേ പണികൾ പെൻഡിങ് ആയിട്ട് വരുന്നൊരു ദിവസമല്ലേ. അങ്ങനെ ഒരു ദിവസമാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മുറ്റം അടിച്ച് വന്ന് അകത്തേക്ക് കയറിയിട്ടോ. ഇനിയിപ്പോൾ ഇതാ അലക്കാനുള്ളതൊക്കെ ഒന്ന് മെഷീനിൽ അലക്കാനിടട്ടെ. മെഷീനിലും അലക്കാനുണ്ടെന്ന് കല്ലിലും അലക്കാനിടുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നൊരു ഹെവി ലോഡാണ് എൻ്റെ പണികൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അത് അലക്കാനിട്ട് കൊടുക്കുന്നുണ്ട് മെഷീനിൽ. നമ്മൾ ഇടയ്ക്കില്ലേ കുക്കിങ്ങും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ആയിട്ട് പോകുമ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങനത്തെ ക്ലീനിങ് ചെയ്യാൻ പറ്റാതെ വരും. ചില ദിവസങ്ങളിൽ നമുക്ക് പുറത്ത് പോകാനുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും ഗസ്റ്റായിട്ടൊക്കെ വരും. അങ്ങനെ ഒരു 3-4 ദിവസം എനിക്ക് പണികൾ പെൻഡിങ് വന്നു കേട്ടോ. അതാണ് ഇന്ന് മൊത്തത്തിലങ്ങ് ഇളകി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റേ കഴിഞ്ഞിട്ടുള്ളൂ, ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പണികൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ കുറേ അധികം പണികൾ ഉണ്ടാകുമ്പോൾ ആദ്യം ഫുഡങ്ങ് ആക്കി വെക്കും കേട്ടോ. ഫുഡങ്ങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണികൾ എപ്പോൾ തീർന്നാലും കാര്യം, ചിലപ്പം എനിക്ക് ഒരു ഏരിയ നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ പണികൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ആകും. അപ്പോൾ നമ്മൾ ആ ലഞ്ചിൻ്റെ അത് വെക്കാനുള്ള ടൈം, പിന്നെ അതുമല്ല ക്ലീനിങ്ങിൻ്റെ ഇടയിൽ വന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതൊരു മടിയായിട്ട് തോന്നലുണ്ട് കേട്ടോ. എന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നലുണ്ട്, ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇതങ്ങ് ചെയ്ത് വെച്ച് പോയാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടല്ലോ. അപ്പോൾ ഇതാ ഇന്നലെ കോവക്കയും ഒരു കൈപ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പേരിക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ കേട്ടോ. തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട്, ഇന്ന് ഞാൻ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അത് വെന്ത് വരട്ടെ. ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്ന് പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ കറിയായിട്ട് പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് അതും കൂടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പരിപ്പൊരു 3/4 ഭാഗത്തോളം ഒന്ന് വെന്ത് വരട്ടെ. ഫുള്ളാവണ്ട, കാരണം നമ്മൾ വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ 2 വിസിലടിക്കുമല്ലോ. അപ്പോൾ ഒരു 3/4 വേവ് പരിപ്പ് ആയാൽ മതി. അതായത് 2 വിസിൽ വന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് ഓഫാക്കിയിടാം. അപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചില കുക്കറിനനുസരിച്ച് ചിലപ്പോൾ നല്ലോണം വേവായി പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇളവൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടം എടുത്തു കേട്ടോ. ഇന്നിപ്പോൾ സമയമുണ്ടെങ്കിൽ കുറച്ച് പച്ചടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷേ ഓലനോ പച്ചടിയോ അങ്ങനെ എന്തെങ്കിലും, പക്ഷേ ടൈമില്ല കേട്ടോ. അങ്ങനത്തേതിനൊക്കെ നിൽക്കുമ്പോൾ എക്സ്ട്രാ ടൈം പോകും കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇന്ന് പരിപ്പിൽ കുമ്പളങ്ങ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ആ ഒരു കറി നമ്മൾ രാത്രി ഇനിയിപ്പോൾ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കും എടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ രാത്രിയിലും സീനില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. പിന്നെ മീനും ചിക്കനോ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലുണ്ട്, പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അതിമേലൊക്കെ സമയം പോകും, കുറച്ച് കൂടുതൽ സമയം. അപ്പോൾ എന്നും നമ്മൾ അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെയും ഫുഡ് ഉണ്ടാകാറുണ്ട് കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഉപ്പേരിയും പച്ചക്കറി എന്തെങ്കിലും കറികൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന ഹെവി ഫുഡല്ല എന്നും നമ്മൾ ലഞ്ചും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ
ഇവർക്ക് എന്നും ഇങ്ങനെ തന്നെയാണോ, എന്നും ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ എന്താവും ഇവരെ അവസ്ഥ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ചോദിക്കുന്നവരും ഉണ്ട്. അതാട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും വെറുതെ ചിന്തിക്കേണ്ട. കാരണം നമ്മളിങ്ങനെയൊക്കെ ലൈറ്റായിട്ടൊക്കെ തന്നെയാണ് പോകുമല്ലോ കേട്ടോ, റെസിപ്പിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതാ എൻ്റെ കുമ്പളങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ ഇതതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നല്ലേ കഴിഞ്ഞ നമ്മളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല കമൻസും വിഷസും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. കുറേ പേർക്കെല്ലാം കമൻറ്റിന് റിപ്ലൈ കൊടുത്തു, കുറേ പേർക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാര്യം അറിയാലോ, കുറേ അധികം കമൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാക്കുകയും വേണം, കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ വേണം. അപ്പോൾ അങ്ങനെ കുറേ കഴിയൂല കേട്ടോ, ഫുള്ളായിട്ട് കൊടുത്തു തീർക്കാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സോറി കേട്ടോ. കമൻറ്റ് ചിലർ പറയും റിപ്ലൈ തരലേ ഇല്ലയെന്ന്. അപ്പം മനഃപൂർവ്വമല്ല, നമ്മൾ കൊടുത്തു വരും. ചിലതിൽ കൊടുത്തിട്ടുണ്ടാകും, ചിലതിൽ ഫുള്ളായിട്ട്, ഞാൻ പറഞ്ഞില്ല ഫുള്ളായിട്ട് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ കുറേ പേര് വിശ്വാസം അറിയിച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരോടും കേട്ടോ. അപ്പോൾ റിപ്ലൈ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കരുത്. പിന്നെ വേറൊരു കാര്യം, നമ്മളതിലൊരു കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എനിക്ക് പേഴ്സണലായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരാൾ 2 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തരുന്നതും കൊടുക്കുന്നതും അങ്ങനത്തെ എല്ലാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ എന്താവും, അവർക്ക് പറയുന്ന കുട്ടികളില്ല, പക്ഷേ ജംഷി ഇത്രയും നാൾ കുട്ടികൾ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിട്ട് തള്ളി നിൽക്കുകയായിരുന്നു. ഓരോ ദിവസവും ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷമിച്ചിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ, ജംഷിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ, അതായത് നമ്മളും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്, പക്ഷേ അങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ജംഷി സന്തോഷിക്കുന്നതും ലൈഫ് എങ്ങനെയാണ് നേരിടുന്നത് എന്നൊക്കെ കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷം തോന്നി. എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഹാപ്പി ആയിട്ട് ഉള്ള ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ എന്ന് തോന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടോ, കമൻറ്റിൽ കണ്ടു. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ പേഴ്സണലായിട്ടും എനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഇരിക്കൂല, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫ് മാറി ചിന്തിക്കണം ശരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഗിഫ്റ്റ് കിട്ടിയതിനേക്കാളും വലിയൊരു ഗിഫ്റ്റായിട്ട് ഞാൻ അതിനെ കാണുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ 2 ആളാണ് എനിക്ക് കമൻറ്റ് ഇട്ടെ, പറയാത്തവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ മാറണം കേട്ടോ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കാരണം ലൈഫ് നമ്മളെ കാഴ്ചപ്പാടാണ്, നമ്മൾ നോക്കി കാണുന്ന പോലെയാണ് നമ്മളെ ലൈഫ് പോവുക കേട്ടോ. വേറെ ആരെ ചോദ്യങ്ങൾക്കും അതിനും ഒന്നും നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. നിങ്ങളെ ലൈഫ് നിങ്ങളാണ് ജീവിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, അതേ രീതിയിൽ തന്നെ ആ ഒരു മൈൻഡിൽ തന്നെ ഒരു കമൻറ്റിനും ഇതിനും നിങ്ങൾ റിപ്ലൈ കൊടുക്കാനും പോകണ്ട. അത് നിങ്ങൾ മൈൻഡിലേക്ക് എടുക്കുകയും വേണ്ട. പറയുന്നവർ പറഞ്ഞോട്ടെ, ചോദിക്കുന്നവർ ചോദിച്ചോട്ടെ. നിങ്ങൾ 2 പേരും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. നിങ്ങളെ കുഞ്ഞു സന്തോഷങ്ങൾ എൻജോയ് ചെയ്ത് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ കേട്ടോ. വേറെയുള്ള ഒന്നും നിങ്ങൾ മൈൻഡാക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 2 കമൻറ്റ് കണ്ടപ്പോൾ അത് അങ്ങനെ മനസ്സിലുള്ളവരും എൻ്റെ ഇത് കേട്ടവരും അങ്ങനെ തന്നെ ആവണം, അങ്ങനെ തന്നെ ലൈഫ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കേട്ടോ ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ആവണം എന്നാണ് ആകും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളെ ക്ലീനിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ മാറ്റൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡീപ്പ് ക്ലീനിങ്ങോ ഒന്നും ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് എനിക്ക് പെൻഡിങ് വന്നു. ഒന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചടിച്ചു വാരി. അങ്ങനെ ഒരു 3-4 ദിവസം അങ്ങ് പോയിട്ടാ. പുറത്ത് പോകാനുണ്ടായിരുന്നു, അതുപോലെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയപ്പം പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഓടിച്ചല്ലോ ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാറ്റൊക്കെ ഒന്ന് തട്ടി എടുത്ത് വെക്കട്ടെ കേട്ടോ. നമ്മൾ നമസ്കാരത്തിന് എടുക്കുന്ന മാറ്റ് ഞാൻ വേറെ ബ്രഷ് കൊണ്ടാണ് കേട്ടോ തട്ടി എടുത്തിട്ടുള്ളത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരേ ബ്രഷ് കൊണ്ടല്ല 2ഉം തട്ടി. അങ്ങനത്തെ മാറ്റ് ഈ ബ്രഷ് കൊണ്ട് തട്ടുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വാക്വം ക്ലീനർ ഉപയോഗിച്ചിട്ട് പൊടി അങ്ങനത്തെ എടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ ബ്രഷ് കൊണ്ട് തട്ടുക ചെയ്യുക. ഇനിയിപ്പോൾ അത് നമ്മൾ ടേബിളിൻ്റെ അടിയിലൊന്നും നമ്മൾ എന്നും അടിക്കലും എന്നും തുറക്കലൊന്നും ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ചേർക്കൊന്ന് എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് നീറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ ക്ലീനിങ് അല്ലെങ്കിൽ ഡെയിലി അടിച്ചു വാരി തുടക്കുന്നൊക്കെ സമയത്തില്ലേ, ജനലുകൾ വാതിൽ തുറന്നിടാൻ പറ്റുമെങ്കിൽ തുറന്നിടുക, അല്ലെങ്കിൽ ജനലുകൾ തുറന്നിടുക കേട്ടോ. കാര്യം ആ പൊടികൾ നമ്മൾ ഈ തട്ടുന്നതും അടിക്കുന്നതൊക്കെ ആയിട്ടുള്ള പൊടികൾ അലർജി ഉള്ളവരൊക്കെ പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ ആ വീട്ടിൽ തന്നെ ഇങ്ങനെ തട്ടിക്കളിക്കും, പുറത്തു പോവില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ അതിങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുക. ഒരിക്കലും അത് പുറത്തു പോവില്ല. നമ്മൾ അടിച്ചു വാരി കൊണ്ടുപോകുന്നത് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ അലർജി ഉള്ളവർക്കും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അങ്ങ് പോയിക്കോളും.
കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഇല്ല നിൽക്കാണ്ടിരിക്കാൻ അത് സഹായിക്കും കേട്ടോ. പിന്നെ അങ്ങനത്തെ ബ്രഷില്ല, ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, വെറുതെ ഒന്നിങ്ങനെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ മാറാല കണ്ടപ്പോൾ അതിങ്ങനെ തട്ടിക്കൊടുത്ത് പോയതാണ് കേട്ടോ. പിന്നെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കട്ടെ. ബെഡ്റൂം എന്ന് പറയുമ്പോൾ എല്ലാ ബെഡ്റൂമും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നീറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് ഇപ്പോൾ അടുത്ത് മാറ്റിയതാണ്, അപ്പോൾ അത് മാറ്റുന്നില്ല. ബാക്കിയെല്ലാം ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ചാക്കി റൂമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ആ പ്ലാന്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയത് അതിൻ്റെ സൈഡിലൊന്ന് തട്ടി അടിച്ചു വാരി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ സെറ്റിയും ഞാനിതുപോലെ ഒന്ന് ഓടിച്ചു കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓടിച്ച് ബ്രഷ് കൊണ്ടൊന്ന് തട്ടിപ്പോവും. നനച്ച് തുടക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. അപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ മാറാലയൊക്കെ വന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിക്കുന്നതിനേക്കാളും അത് വരുന്നതിൻ്റെ മുമ്പേ നമ്മളിങ്ങനെ ഒന്ന് ഓടിച്ചൊന്ന് പോയി കഴിഞ്ഞാലില്ലേ ആ മാറാല തട്ടുന്ന സാധനം, ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കുറേ അധികം പണികളുള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള ഒന്നും നിന്നിട്ടില്ല. അങ്ങനെ ചെയ്യണം എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ. അപ്പോൾ ഒന്ന് ഓടിച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാലില്ലേ നമ്മളെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒരാൾ പുറത്തുനിന്ന് വന്നാലും ഇനിയിപ്പോൾ നമുക്ക് കാണുമ്പോഴായാലും പൊടിയൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ. എന്തായാലും നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് കാര്യമായിട്ടൊന്ന് നോക്കിയിട്ട് എല്ലായിടത്തും നോക്കിയും കണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ആഴ്ചത്തേക്ക് പിന്നെ മാറാല് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. സെറ്റിൻ്റെ ആ ഭാഗമൊന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓർഗനൈസിങ് ചാലഞ്ചും അതുപോലെ തന്നെ ഒരു ക്ലീനിങ് ചാലഞ്ചും എല്ലാം ഒന്ന് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇനി ജനുവരി അടുത്ത ന്യൂ ഇയർ വരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളെ വീടൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വെക്കാം, വീട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാം. പിന്നെ മാത്രമല്ല ഫസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർഗനൈസ് ചെയ്യട്ടെ ഓരോരോ കാര്യങ്ങളും. അതായത് നമ്മൾ വീട്ടിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടാവും. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ മെഡിസിൻസ്, നമ്മളെ വീട്ടിൽ മെഡിസിൻസ് ഉണ്ടാവും. അപ്പോൾ മെഡിസിൻ കഴിക്കുന്നവരുണ്ടാവും. ഇനിയിപ്പോൾ ഒന്നുമല്ല മെഡിസിൻ രോഗത്തിനൊന്നും കഴിക്കുന്നില്ലെങ്കിലും തലവേദനയുടെ മരുന്ന്, മൂവ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, ഡോളോ, ഇതൊക്കെ നമ്മൾ കൊണ്ടുവെക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ എടുത്ത് ഒതുക്കി പെറുക്കി ഒരു ബോക്സിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊരാൾ ചോദിക്കുമ്പോൾ നമ്മൾ തപ്പിത്തരയേണ്ട, അങ്ങനെ നമുക്ക് കുറേ ടൈം പോകും. അതുപോലെ തന്നെ താക്കോല്, വീട്ടിലെ ഒരുപാട് ഐറ്റത്തിൻ്റെ താക്കോല് വെക്കുന്നൊരു ഇടം, അത് ആ ഒരു ഇടം, അതുപോലെ തന്നെ അതൊരു ഓർഗനൈസ് ചെയ്ത ഒരു ബോക്സിലോ എന്തിലെങ്കിലും ഒരു പാത്രത്തിൽ നമുക്കുള്ള കയ്യിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, ബുക്സ്, നമ്മുടെ വീട്ടിലെ ബുക്സ്, അതുപോലെ തന്നെ വയറിങ് ഐറ്റംസ്, അങ്ങനത്തെ ഇപ്പോൾ കുഴമ്പ്, എണ്ണ, അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ കുറേ, നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നീറ്റല്ലാതെ വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ന്യൂസ് പേപ്പർ, നമ്മളെ ചെരുപ്പുകൾ അലങ്കോലമായിട്ടിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ട് വരാം എന്തായാലും. അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ തന്നെ നമ്മളെ കുറേ നമ്മളോടിപ്പോൾ ഒരു ചുറ്റിക എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പുരൻ്റെ ഉള്ളു ഫുള്ളും അല്ലെങ്കിൽ പുറം ഫുള്ളും ഞാൻ അങ്ങനെയാട്ടോ തരും. അങ്ങനെ നമുക്ക് സമയം പോവുകയും ചെയ്യും, സാധനം കിട്ടുകയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങ് വെച്ച് അങ്ങനത്തെ എല്ലാം ഒന്ന് ഓർഡർ ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലില്ലേ, ഒരു വീട്ടിൽ ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചോദിച്ചാൽ നമുക്കത് എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു പണിക്കാർ വന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു വയറിൻ്റെ പീസ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ഉണ്ടാവില്ല. നമ്മളടുത്ത് ഉണ്ടാവും, പക്ഷേ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തതൊക്കെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ക്ലീനിങ് ചലഞ്ചിലേക്കും പോകാട്ടോ. അപ്പോൾ അതാണ് നിങ്ങളോട് ഞാൻ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ചലഞ്ച് നമുക്ക് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഇനി വരുന്ന ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനത്തതും കൂടെ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇതായത് ഞാൻ ജസ്റ്റ് മേലെ റൂമിലേക്ക് വന്നപ്പോൾ മേലെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാട്ടത്. നമ്മളെ വീടിൻ്റെ തൊട്ട് മതിലപ്പുറമുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് കേട്ടോ. നല്ല രസമാട്ടോ കാണാൻ. വലിയ പൂളാട്ടോ കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു മഞ്ഞ മതിലില്ലേ, അതിൻ്റെ ഉൾഭാഗത്ത് കാണുന്നത് വെള്ളമാണ് കേട്ടോ. വെള്ളം വലിയ പൂളാണ് കാണുന്നത്. നല്ല രസമാട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ക്ലീനാക്കാൻ വന്നപ്പോൾ ജസ്റ്റ് അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നതാട്ടോ. അവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പുറകിൽ. അതിപ്പോഴും ഉദ്ഘാടനം ചെയ്തിട്ടില്ല കേട്ടോ, ഉദ്ഘാടനം ആയിട്ടില്ല. പണിയൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമുക്ക് ഒരു ക്ലീനിങ് വീഡിയോ, ഇപ്പോൾ ക്രിസ്മസ് അതുപോലെ അത് ആഘോഷിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിലും നമ്മളിപ്പോൾ മഴയൊക്കെ ഞാനതാ ഉദ്ദേശിക്കുന്നത്, മഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പൊടിയൊക്കെ ഒന്ന് എടുത്ത് എല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് നമുക്കൊന്നും നോക്കണ്ട, അത്രയും വീട് നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളും. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഈ 2 ചലഞ്ചുകളും ആദ്യം ചെയ്യുന്നത് നമുക്ക് ഓർഗനൈസിങ് ചലഞ്ചാണ്. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവർക്കും താല്പര്യമുണ്ടോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, എൻ്റെ കൂടെ കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഡേ ഇൻ മൈ ലൈഫിൽ ഇങ്ങനെ അതിൻ്റെ കൂടെ അതും കൂടെ നമ്മൾ ചെയ്യും. അങ്ങനത്തെ വീഡിയോയിൽ നിങ്ങളിഷ്ടം അതാണ്, അങ്ങനത്തെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കണ്ടൻറ്റും കൂടെ അതിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തുടക്കലാണ്. ഞാനിതാ ടേബിളിൻ്റെ അടിയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച്, ഇനി ടേബിളിൻ്റെ അടി ആദ്യം തുടക്കട്ടെ. മേലെ തുടച്ച് കഴിഞ്ഞു കംപ്ലീറ്റ്. പിന്നെ താഴെ ടേബിളിൻ്റെ അടി തുടച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെയർ എടുത്ത് വെക്കണം. അതാണ് ആദ്യം അവിടെ തുടക്കുന്നത്. എന്നിട്ട് 2 ബെഡ്റൂം, ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ ചെയ്യുക, 2 ബെഡ്റൂം തുടച്ച് വരുമ്പോഴത്തേക്കും അവിടെ ടേബിളിൻ്റെ താഴെ ഉണങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ചെയറെല്ലാം ഒന്ന് അങ്ങോട്ടേക്ക് ഒതുക്കി പെറുക്കി വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി ലിവിങ് കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്യുക. സിറ്റ് ഔട്ട് ഞാൻ പുറത്ത് കൂടെ പോയി തുടച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയും കൂടെ കഴിഞ്ഞ് ഈ 2 കിച്ചണും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തുടക്കലും കാര്യങ്ങളും എല്ലാം കഴിയും. അപ്പം ഇങ്ങനെ നീറ്റായി ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സമാധാനം കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് കംപ്ലീറ്റ് ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര എന്തോ കീഴടക്കിയൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്താൽ തന്നെ അല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർത്ത് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടേ ഉള്ളൂ. പുതിയതാകുമ്പോൾ കളറ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കാൻ, ഭയങ്കര ആയിട്ട് അലക്കിയെടുക്കാനൊന്നുമില്ല, ഒന്ന് കുത്തിയെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അലക്കി ആറിടട്ടെ. പിന്നെ മെഷീനിലുള്ളത് റെഡി ആയിട്ടുണ്ട്, അതും ഒന്ന് ആറിടണം. നമ്മൾ അകം ക്ലീനിങ്, അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ, നല്ല ഒരു മൂടലാണ്. വെയിൽ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു മഴേൻ്റെ ചെറിയ കോളൊക്കെ കാണുന്നുമുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല, പക്ഷേ ആ ഒരു കാലാവസ്ഥ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അകം ഇങ്ങനത്തെ ഒരു ക്ലീനിങ് കഴിഞ്ഞില്ലേ, ഇതുപോലെ തന്നെ എനിക്ക് പുറത്ത് ഒരു ക്ലീനിങ് ഉണ്ട് കേട്ടോ. പുറത്ത് തോട്ടം ഒക്കെ നന്നാക്കാനായിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ കല്യാണിച്ചിനെ വിളിക്കണം. പക്ഷെ അല്ലാണ്ട് തന്നെ എനിക്ക് ചെടി, മുറ്റം അങ്ങനത്തെ ഏരിയയിലൊക്കെ ഒരു ദിവസം റഫീഖയും കൂടെ കുറച്ച് സമയം എൻ്റെ കൂടെ, കാരണം ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാനേ. അപ്പോൾ അതൊക്കെ 2 ആളും കൂടെ ഉണ്ടാകുമ്പോഴല്ലേ അതിന് നല്ല വെയിറ്റുള്ള ചട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒറ്റയ്ക്ക് ആകുമ്പോൾ നമുക്ക് ആവില്ല. അപ്പോൾ റഫീഖ കുറച്ച് സമയം ഒരു മണിക്കൂറൊക്കെ ഉണ്ടായാൽ മതി കേട്ടോ. ഉണ്ടാകുന്ന സമയത്ത് 2 ആളും കൂടെ ഒന്ന് മുറ്റത്ത് നിന്ന് അതും കൂടെ ഒന്ന് എനിക്ക് ചെയ്ത് കഴിയണം, എന്നാലൊരു സമാധാനം കേട്ടോ. പിന്നെ കുറേ നാളത്തേക്ക് നോക്കണ്ട, ആ ഒരു ഓർഡറിൽ അങ്ങനെ പോയിക്കോളും. ഇന്നിപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു വേഗം ക്ലീനിങ് ചെയ്യാം, എന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുളി പെൻഡിങ്ങിലിട്ടതാണ്. പക്ഷേ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഒരുപാട് ടൈമായി കേട്ടോ. 12 മണിയൊക്കെ ആയിട്ടുണ്ട്, ഇപ്പം ആവാനായിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ദിവസമല്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10 മണീൻ്റെ മുമ്പ് കുളിക്കുന്ന ആളാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കാം, അടിച്ചു വാരി തുടക്കാനുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കാം എന്ന് ഞാൻ ചിന്തിച്ചാൽ പിന്നെ അങ്ങ് കംപ്ലീറ്റ് വൈകുകയാണ് കേട്ടോ ചെയ്യുക. അതുകൊണ്ടാണ് പിന്നെ അതിന് നിൽക്കാത്തത്. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഫ്രഷായി ഡ്രസ്സ് നിസ്കരിക്കുമ്പോൾ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അങ്ങനെല്ലാം ചെയ്താൽ മതി. എന്തായാലും കിടക്കുമ്പോൾ നമ്മൾ വേറെ ഡ്രസ്സാണ് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടം. ചിലർക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം അത് ചെയ്തിരുന്നു കേട്ടോ. അത് ചില ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്യാത്തത്. അപ്പോൾ അതിന് ശേഷം
എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത്. അപ്പം ഞാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മെഷീനിലുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് കുളി കഴിഞ്ഞിട്ട് ആറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഒരു സെറ്റ് ആറിട്ടതുണ്ട് ഉണങ്ങിയത്, അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഇനി ആറിടാനും ഉള്ളതും കൂടെ ആറിടട്ടെ കേട്ടോ. പിന്നെ കുറേ പേര് നമ്മളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ചുരിദാർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാനൊരു വ്ളോഗിൽ ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ടോപ്പുകളും കാര്യങ്ങളൊക്കെ കാണിക്കാം. ചുരിദാർ ബിറ്റ് പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ. മറ്റേത് ഞാൻ ജസ്റ്റ് കാണിക്കാം. എല്ലാം നല്ല തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇടാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ. പുറത്തൊക്കെ പോയപ്പോൾ ഇട്ടു. പിന്നെ നമ്മളിങ്ങനെ ചുരിദാർ ഷോപ്പിലൊക്കെ ചിലർ പറയും ഒട്ടും സെലക്ഷൻ ഇല്ല. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പോയാൽ എനിക്ക് എപ്പോഴും കിട്ടലുണ്ട് കേട്ടോ. എന്താ ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത് അതാണ്. പക്ഷെ ഞാനത് സെലക്ട് ചെയ്തിട്ട് പിന്നെ ആരെങ്കിലും അത് കാണുമ്പോൾ ചോദിക്കലുണ്ട് കേട്ടോ, ഇതെവിടെ നിന്നാണ് എടുത്തേ, അങ്ങനെ ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മളും അവിടെ പോയല്ലോ, നമ്മൾ കണ്ടില്ലല്ലോ എന്ന് പറയലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നമ്മൾ കുറച്ച് സമയം നിന്നൊന്ന് നോക്കി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് ഞാൻ എടുത്തതില്ലേ അതൊന്ന് കയ്യോടെ തന്നെ മടക്കി വെക്കട്ടെ കേട്ടോ. നമ്മളെ വീട്ടിലുള്ള പാത്രങ്ങളും തുണികളും അത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് എടുത്തു വെച്ചാലല്ലേ നമ്മളെ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കും കേട്ടോ. ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കില്ല. എപ്പോഴും ഒന്നും അതിന് പറ്റലൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് അടുപ്പിച്ച് പുറത്തു പോകേണ്ട ആവശ്യം വരിക, യാത്ര, ഗസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെൻഡിങ് വരും. അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ. ചില പണികളൊക്കെ നമുക്ക് പെൻഡിങ് വരും. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങ് നീറ്റാക്കിയിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് വലിയ ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ ആരോ ഇതാക്കും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഇതാ ഞാൻ വൈറ്റാണ് കേട്ടോ. ഇത് മൊത്തം വൈറ്റ് ഡ്രസ്സുകളായിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് ഡ്രസ്സ് അലക്കുന്ന മുന്നേ ആരോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ വൈറ്റ് ഇതിപ്പോൾ കണ്ടോ, റഫീക്ക വീട്ടിലിടുന്ന മുണ്ടുകളും അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്ന വീട്ടിലുണ്ടാകുമ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്ന മുണ്ടുകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ ഞാനില്ലേ നമസ്കാരക്കുപ്പായം അങ്ങനത്തെ ഇതൊക്കെ ഒന്നിച്ച് ഇപ്പോൾ വൈകുന്നേരം അലക്കാനിടാം. ഞാൻ മെഷീനിലാണല്ലോ എന്തായാലും ഇടുന്നത്. അലക്കാനിടാമെന്ന് വിചാരിച്ചാലും രാവിലെ ഇതൊക്കെ എടുത്തിട്ട് സോപ്പ് പൊടിയിൽ ഒരു 2 ടീസ്പൂൺ സോപ്പ് പൊടിയൊക്കെ ഇടും കേട്ടോ. നന്നായിട്ട് പതിപ്പിച്ചത് അതിലിട്ടിട്ട് അവിടെ മുക്കി വെക്കും. എന്നിട്ട് അന്ന് വൈകുന്നേരം മെഷീനിലിടുമ്പോൾ ആ ഒരു സോപ്പിൻ്റെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒഴിക്കും കേട്ടോ. കാര്യം നമ്മളത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ തരികളൊന്നും, സോപ്പ് പൊടിൻ്റെ തരികളൊന്നും അതിലുണ്ടാവില്ല. അതൊക്കെ മിക്സായിട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ ആ തരികൾ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ നമ്മൾ ലിക്വിഡേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാനത് ശ്രദ്ധിക്കണം. ഞാനതാണ് എടുത്തു പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കൂലേ, ലിക്വിഡും കൂടെ സാധാ ഡ്രസ്സിന് എടുക്കുന്നതിൻ്റെ കുറച്ച് കൂടുതൽ ഡബിൾ എടുക്കുക, ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ക്ലിയറായിട്ട് വൈറ്റ് ഡ്രസ്സൊക്കെ നല്ല ക്ലിയറായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ വൈകുന്നേരം അലക്കുന്നത് വെച്ചാൽ വൈകുന്നേരം ഇതുപോലെ കുതിർത്ത് വെച്ചിട്ട് രാവിലെ അലക്കുക. ഡ്രസ്സിന് സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അത് നിങ്ങൾക്ക് തോന്നുന്നേ, ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അങ്ങനത്തെ. അധികവും ഞാൻ വൈകുന്നേരം വെച്ചിട്ട് രാവിലെ അലക്കുകയാണ് ചെയ്യുക. പിന്നെയും അത് രാവിലെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരത്തേക്കൊന്നും അത് ബക്കറ്റിൽ അങ്ങനെ ഇട്ട് വെക്കരുത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ല് വരും, വെള്ളത്തിൽ കിടന്നാൽ സ്മെല്ല് വരും. അങ്ങനെ മറന്നേ പോകരുത് കേട്ടോ. അത് ഞാൻ ആ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങൾ കല്ലിൽ അലക്കുന്ന പോലെ തന്നെ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് നമസ്കാരക്കുപ്പായും വൈറ്റ്, ഞാൻ ബെഡ്ഷീറ്റും കംഫർട്ടും അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സും നമസ്കാരക്കുപ്പായൊക്കെ ഇങ്ങനെ തന്നെയാട്ടോ അലക്കൽ. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. നല്ല നമ്മൾ കല്ലിൽ അലക്കിയ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ. നല്ല രസമാണ് കമൻറ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഓരോരോ കാര്യങ്ങളുണ്ടാവും, കോമഡി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാട്ടോ നിങ്ങളെ കമൻറ്റുകൾ വായിച്ചിട്ട്. അപ്പോൾ ഒരുപാട് സ്നേഹം നിങ്ങൾ കാണിക്കുന്നുണ്ട് തിരിച്ചും. അതുപോലെ തന്നെ സ്നേഹം എനിക്കുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇനി ഞാനും വാവയും ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അത് നിർബന്ധമാണ്, നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓർഗനൈസിങ് ചാലഞ്ചും ക്ലീനിങ് ചാലഞ്ചിൻ്റെ രണ്ടിൻ്റെ കാര്യം പറയാം കേട്ടോ. നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.